എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമസ്കാരം. നമ്മൾ മലയാളക്കര മുഴുവനുമായിട്ട് മലയാളികൾ മുഴുവനായും കോരിത്തിരിക്കുകയും വളരെയധികം സന്തോഷത്തോടെ വരവേൽക്കുകയും ചെയ്ത AR റഹീം അല്ലേ, അബ്ദുൾ റഹീം എന്ന് പറയുന്ന റഹീം ഇക്ക അല്ലേ, കോഴിക്കോടുകാരനാണ്. കോടമ്പുഴ സ്വദേശിയായ അബ്ദുൾ റഹീം കോഴിക്കോട് ജില്ലയിലെ കോടമ്പുഴ എന്ന സ്വദേശത്താണ് ഇദ്ദേഹത്തിൻ്റെ വീട്. ഇദ്ദേഹത്തിന് 2006 സൗദി അറേബ്യ എന്ന് പറയുന്ന പ്രവാസത്തിൻ്റെ, അല്ലെങ്കിൽ സൗദി എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് സൗദിയാണ്. അതിൻ്റെ അതിർത്തികൾ പങ്കിടുന്നത് ഒത്തിരി രാജ്യങ്ങളുണ്ട്. എൻ്റെ ഭൂമിപരമായിട്ടുള്ള പ്രദേശങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും അധികം ദൂരപരിധിയുള്ളതും ഏറ്റവും വലിയൊരു രാജ്യമാണ് സൗദി. ഈ സൗദിയിലേക്ക് സ്വപ്നങ്ങളുമായി ഒരു ചെറുപ്പക്കാരൻ ചേക്കേറുകയാണ്. അദ്ദേഹം 2006 22 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം സൗദി അറേബ്യ എന്ന് പറയുന്ന ആ രാജ്യത്തിലേക്ക് എത്തുന്നത്. അവിടെ ഒരു അറബിയുടെ വീട്ടിൽ ഹൗസ് മെയ്ഡ് അല്ലെങ്കിൽ ഹൗസ് ഡ്രൈവർ എന്ന വേക്കൻസിയിൽ ഹൗസ് ഡ്രൈവറായിട്ടാണ് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചത്. അദ്ദേഹം ചെന്ന് 6 മാസത്തിനുള്ളിലാണ് വളരെ ദുഃഖകരമായ സംഭവം ഉണ്ടായത്. അദ്ദേഹം 6ാമത്തെ മാസം ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ ഇദ്ദേഹം ജോലി ചെയ്യുന്ന വീട്ടിൽ അറബിയുടെ മകനായിട്ടൊരു കുട്ടി, ആ കുട്ടിക്ക് ഒരുപാട് ഉപകരണങ്ങളാൽ എന്ന് പറഞ്ഞാൽ ജന്മന എന്തോ വലിയ ഡിഫക്റ്റ്, ശാരീരികമായും ബുദ്ധിമുട്ടുള്ള ജീവൻ നിലനിർത്തുന്നത് ആ കുട്ടിയുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന യന്ത്ര സാമഗ്രികൾ, ഓക്സിജൻ, അങ്ങനെയുള്ള പലവിധ ഉപകരണങ്ങൾ കൊണ്ടാണ് ആ കുട്ടി മുന്നോട്ട് പോകുന്നത്. ആ കുട്ടിയുടെ നിർബന്ധപ്രകാരം സൗദിയിലെ ഒരു പുറം സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി കൊണ്ടുപോവുകയുണ്ടായി. അങ്ങനെ കൊണ്ടുപോകുന്ന വഴിയിൽ ആ കുട്ടി ഇദ്ദേഹത്തിന് നേരെ തുപ്പുകയും ഇദ്ദേഹം ആ തുപ്പിയതിനെതിരെ പ്രതികരിച്ച് കൈകൊണ്ട് ഓങ്ങുകയും ചെയ്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെ ഓങ്ങിയപ്പോൾ ആ കുട്ടിയുടെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഫെയിലിയർ ആവുകയും അതുമൂലം ഈ കുട്ടിക്ക് മരണത്തിലേക്ക് പുള്ളി കടന്നു പോവുകയും ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ വിളിച്ചു വരുത്തി കൂട്ടുകാരനും ഇദ്ദേഹവും കൂടി ഈ കൊച്ചിനെ ആശുപത്രിയിൽ എത്തിച്ചു. അങ്ങനെ 2 ദിവസം കഴിയുമ്പോൾ ഈ കുട്ടി മരണപ്പെടുകയാണ്. അങ്ങനെ സൗദി അറേബ്യയിലെ ശരീഅത്ത് നിയമം, അല്ലെങ്കിൽ അവിടുത്തെ ഒരു മുസ്ലിം രാജ്യമാണ്, ആ നിയമം, അവിടുത്തെ ആ നിയമം എല്ലാ നാട്ടിലും എല്ലാ രാജ്യത്തും ഓരോ നിയമങ്ങളുണ്ട്. അതിലേറ്റവും കൂടുതൽ കർക്കശമായിട്ടുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ. ആ സൗദി അറേബ്യയിലെ നിയമപ്രകാരം ബ്ലഡ് മണി എന്ന പോലെ ഇദ്ദേഹത്തിൻ്റെ ജീവനായിട്ട് തുല്യമായി കണക്കാക്കുന്ന ഒരു നിയമവ്യവസ്ഥയാണ് അവിടെ. എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവൻ ഒരാളുടെ കൈ കൊണ്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തെ, ഈ ജീവൻ എടുത്തയാളെ തൂക്കിക്കൊല്ലുന്ന അല്ലെങ്കിൽ തലവെട്ടുന്ന ഒരു പ്രാകൃതമായി ഇന്നും നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്ന മിഡിൽ ഈസ്റ്റ് പോലത്തെ രാജ്യങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ഇങ്ങനെയുള്ള പ്രാകൃതമായിട്ടുള്ള നിയമങ്ങളും ശിക്ഷാവിധികളും ഉണ്ട്. അപ്പോൾ നമ്മൾ പലരും ക്വസ്റ്റ്യൻ ചെയ്തേക്കാം, എതിർവശത്ത് മരണപ്പെട്ട ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ചെയ്തേക്കാം. എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല. ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ശരീഅത്ത് നിയമങ്ങളുണ്ട്. മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന നിയമ സംഹിത ഒരു ഇതുണ്ട്. ആ ഇത് പ്രകാരമാണ് അവിടുത്തെ ഭരണകൂടം. അതിവിടെയൊക്കെ രാജഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങളാണ്. അവിടെയുള്ള നിയമങ്ങൾ അങ്ങനെയാണ്. പല രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹം ജയിലിൽ അടച്ച് 20 വർഷത്തോളം ഇദ്ദേഹത്തെ ജയിലിലായിരുന്നു. ഇദ്ദേഹത്തിന് മരണം വിധിക്കപ്പെട്ടു, അതായത് തൂക്കുകയർ വിധിക്കപ്പെട്ടു. ഇദ്ദേഹം മരണത്തിലേക്ക് പോവുകയാണ്. അന്നേരമാണ് ഇദ്ദേഹത്തിൻ്റെ അമ്മയും നമ്മൾ മലയാളികളും ഇദ്ദേഹത്തെ ഏറ്റെടുത്തത് അല്ലേ. നമ്മളെപ്പോലുള്ള നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. മലയാളി എന്നതിനെപ്പറ്റി നമ്മൾ അഭിമാനിക്കാം. കാരണം അത്രയും ഒരു കരുണയുള്ള ജനത എന്ന് പറയുന്നത് മലയാളി മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തിയോട് നമുക്ക് കരുണ തോന്നുക, നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ നമ്മൾ ഇദ്ദേഹത്തെ കണ്ട് അല്ലേ, ഇദ്ദേഹത്തെ നമ്മൾ സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഇദ്ദേഹത്തിന് വേണ്ടി 34 കോടി, ആ 34 കോടിയെപ്പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. 15 മില്യൺ സൗദി റിയാൽ, അതായത് 34 കോടി എന്ന് പറയുന്നത് 15 മില്യൺ സൗദി റിയാലാണ്. അതായത് ദയാവധമായിട്ട് ബ്ലഡ് മണി ആയിട്ട് നൽകണം, ആ കുടുംബത്തിന് നൽകണം. അങ്ങനെയാണ് അദ്ദേഹത്തെ വിട്ടയച്ചത്. ഈ തുക സമയത്തിനുള്ളിൽ കോടതിയിൽ കെട്ടിവെച്ചാൽ മാത്രമേ
ഈ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് പേര് ഇതിനകത്ത് ഇടപെട്ടു. ഒത്തിരി പേര് 20 വർഷമായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റുകൾ മാറി മാറി വന്ന കേരളത്തിലെ ഗവൺമെൻറ്റുകൾ ഏത് പാർട്ടിക്കാരും ഇതിനകത്ത് ഇടപെടുകയുണ്ടായി. അപ്പോൾ അങ്ങനെ അദ്ദേഹം വീണ്ടും ജീവിതത്തിലേക്ക് ആ ഉമ്മയുടെ പ്രാർത്ഥന എന്ന പോലെ ഇത്രയും പണം ബ്ലഡ് മണിയായി കെട്ടിവെച്ച് ആ കുടുംബം അദ്ദേഹത്തിന് മാപ്പ് നൽകുകയും ആ പണം സ്വീകരിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ തുറങ്കിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് കോടമ്പുഴ സ്വദേശിയായ അബ്ദുൾ റഹീം എന്ന് പറഞ്ഞയാൾ 20 കൊല്ലം മുമ്പ് ജയിലിലടയ്ക്കപ്പെട്ട് പിന്നെ 20 കൊല്ലത്തിനും കഴിഞ്ഞ ശേഷം പുതിയൊരു ലോകത്തിലേക്ക് കടന്നു വന്നു, അല്ലേ? പുതിയ ലോകം എന്ന് തന്നെ പറയാം. കാരണം 2006 കാലഘട്ടവും 2026 കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം. ആടും കുതിരയും പോലെ ഒത്തിരി ശതകം, അല്ലേ? 20 വർഷം കടന്നുപോയി. ആ 20 വർഷം കടന്ന് 20 വർഷം ഉറ്റവരോ ഉടയോരോ ആരെയും കാണാൻ പറ്റാതെ, സ്വന്തം അമ്മയെ പോലും കാണാൻ കഴിയാതെ, അതിനിടയ്ക്ക് പലരും മരിച്ചു പോയിട്ടുണ്ടാവാം, അല്ലേ? ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന പലരും പിരിഞ്ഞു പോയിട്ടുണ്ടാവാം. എങ്കിൽ എന്നിപ്പോൾ പോലും മലയാളികളുടെ പ്രാർത്ഥന കൊണ്ടും മലയാളികളുടെ ഒരു കരുണ കൊണ്ടുമാണ് അദ്ദേഹം രക്ഷപ്പെടുകയും ജീവിതത്തിലേക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്തത്. പക്ഷേ ഇദ്ദേഹത്തിന് എതിരായിട്ട് ഇദ്ദേഹം വന്നിറങ്ങിയത് മുതൽ TV മാധ്യമങ്ങളിലൊക്കെ ഇദ്ദേഹം ഇൻ്റർവ്യൂകളൊക്കെ ഒരുപാട് കൊടുക്കാൻ തുടങ്ങി. ഈ ഇൻ്റർവ്യൂവിൻ്റെ അടിയിലൊക്കെ ചില കമൻറ്റുകൾ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് തിരിച്ച് ജയിലിൽ പോയി കിടന്നാൽ മതിയെന്ന് തോന്നുന്ന വിധത്തിലുള്ള വളരെ നീചമായിട്ടുള്ള തരത്തിലുള്ള വ്യക്തിഹത്യ, അവഹേളനം ആണ് നടക്കുന്നത്. ഇവിടുത്തെ ഭരണകൂടവും അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു 2.5-3 കോടി അല്ലെങ്കിൽ കൂടുതലുള്ള ആളുകളും കേരളത്തിലെ മുഴുവൻ ജനവിഭാഗവും ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ഇതേപോലത്തെ ആളെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിച്ച് കണ്ണിലോ എണ്ണയൊഴിച്ച് കാത്തിരുന്ന് എല്ലാവരും ഇത്രയും പണവും സമാഹരിച്ച് ഇദ്ദേഹത്തെ പുറത്തെത്തിയപ്പോൾ 1% ആളുകൾക്ക് കണ്ണിൻ്റെ ഉള്ളിൽ ചോരയില്ല എന്ന് നമ്മൾ മലയാള ഭാഷയിൽ പറയും, അല്ലേ? കണ്ണിൻ്റെ ഉള്ളിൽ ചോരയില്ലാത്ത വർത്താനം പറയുന്ന നികൃഷ്ട ജീവികൾ, അല്ലേ? നമ്മുടെ പ്രധാനപ്പെട്ട ഒരാൾ പറഞ്ഞ നികൃഷ്ട ജീവി എന്ന്. ഈ നികൃഷ്ട ജീവികളായിട്ടുള്ള മലയാളികൾ ഇന്നും നമ്മുടെ ചുറ്റുമുണ്ടെന്നുള്ളതാണ്. അന്യൻ്റെ വേദനയിലൊന്ന് പരിതപിക്കാൻ പോലും അവന് സമയമില്ല. അവൻ്റെ കുറ്റം കണ്ടുപിടിക്കുക എന്നതാണ് ഏറ്റവും വലിയത്. ഈ റഹീം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇദ്ദേഹം അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഇദ്ദേഹത്തിനെ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പോലും ചിന്താശേഷിയിൽ ചിന്തിക്കുന്ന ഒരു മലയാളി സമൂഹം എന്നുണ്ടെന്ന് പറയുമ്പോൾ ആ കാണുന്ന ഇൻ്റർവ്യൂകളുടെ അടിയിൽ വരുന്ന കമൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ, ഈ ഇദ്ദേഹത്തിന് തന്നെ തോന്നും ഇതിലും ഭേദം ജയിലിൽ തന്നെയായിരുന്നു. 20 കൊല്ലം ജയിലിൽ കിടന്നെടുത്ത് ഉള്ള സമാധാനം എത്രയോ വലുതാണ്. പക്ഷേ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇദ്ദേഹത്തിനെതിരെ പൂരത്തെറികളാണ്. എന്തെല്ലാം വൃത്തികേടുകളാണ് ഓരോരുത്തന്മാരിരുന്ന് കുത്തിയിരുന്ന് എഴുതി വിടുന്നത്. എന്തിൻ്റെ ആവശ്യമാണ്? ഇത്രയും ജനങ്ങൾ ഇദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഇതുപോലത്തെ എന്നാ പറയണ്ടേ കമൻറ്റോളികൾ. ആർക്ക് വേണ്ടി ഈ കമൻറ്റോളികൾ ഇത്രയും നെഗറ്റീവ് കമൻ്റ് ഇടുന്നത്? സ്വന്തം ഇങ്ങനെ കമൻ്റ് എഴുതുന്നവനും ഇങ്ങനെ നെഗറ്റീവ് പറയുന്നവനൊക്കെ ജീവിതത്തിൽ വമ്പൻ പരാജയങ്ങളാണ്. അവൻ്റെയൊക്കെ മനസ്സാണ് ഏറ്റവും വലിയ കുഷ്ഠമെന്ന് പറയുന്നത്. ഇത് ഞാൻ പറയണമെന്ന് വിചാരിച്ചതല്ല, എങ്കിൽ പോലും പറയാതിരിക്കാൻ വയ്യ. കാരണം ഇദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ഒരുപാട് ചാനലുകൾ ഇദ്ദേഹത്തെ ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ ചാനലുകൾക്ക് ഇൻ്റർവ്യൂ നൽകരുത്. കാരണം നിങ്ങളിപ്പം പുറത്തിറങ്ങിക്കൊണ്ട് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും കച്ചിത്തുരുമ്പ്, അത് നെഗറ്റീവായിട്ടുള്ള ഒരു കച്ചിത്തുരുമ്പിന് വേണ്ടിയിട്ടാണ് ഈ കുറേ ബ്ലോഗർമാരും ചാനലുകളും ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്നത്. അവിടെ നടന്ന കാര്യങ്ങളും കഴിഞ്ഞുപോയ തിക്താനുഭവങ്ങളൊക്കെ എടുത്ത് വിറ്റ് കാശാക്കാൻ വേണ്ടിയാണ് ഇവന്മാരൊക്കെ യൂട്യൂബിലായാലും ചാനലുകളിലായാലും വന്നിരുന്ന ഇദ്ദേഹത്തെ. താങ്കൾക്ക് ഈ നാടിൻ്റെ എന്താ പറയണ്ടേ ചാനൽ സംസ്കാരമോ യൂട്യൂബ് സംസ്കാരമോ അല്ലെങ്കിൽ ബ്ലോഗിങ് സംസ്കാരമോ ഒന്നും അറിയില്ല. ഇവരെ പോലുള്ള കപടമുഖങ്ങൾ, ഇതിൽ കപടമുഖങ്ങൾ ഒരുപാടുണ്ട്. ഈ കപടമുഖങ്ങളുടെ അടുത്തേക്ക് പോയി ചാടിക്കൊടുക്കരുത്. ഇവരെയൊക്കെ നിങ്ങളുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. അതുവരെ നിങ്ങളെ പൊക്കിക്കൊണ്ടിരിക്കും. നിങ്ങളെ പൊക്കിക്കഴിഞ്ഞ് ഏറ്റവും ആകാശത്തിൻ്റെ തുഞ്ചറ്റം ഉണ്ടെങ്കിൽ തുഞ്ചറ്റത്ത് എത്തിക്കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കിട്ടും, എടുത്ത് താഴെയിടും. അതുവരെ നിങ്ങളെ പാരാട്ടിയവരും ആഘോഷിച്ചവരും നിങ്ങൾക്കെതിരെ തിരിഞ്ഞുകുത്തും. വളരെ സത്യമാണ്. ഈ മലയാളിയുടെ കഴിഞ്ഞ 20 വർഷം കൊണ്ടുണ്ടായ മാറ്റം കേരളത്തിലെ സോഷ്യൽ മീഡിയ ആയാലും ചാനലുകളായാലും
വമ്പൻ വിപ്ലവമുണ്ട്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലാത്തതുണ്ട്. 20 കൊല്ലം ഈ ഒരു ജയിലിൽ കിടന്ന ഒരാൾ പെട്ടെന്ന് ഈ ലോകത്തേക്ക് വരുമ്പം അന്താളിച്ച് നിൽക്കുകയായിരിക്കും നിങ്ങൾ അല്ലേ? ഈ ലോകത്തിൻ്റെ മാറ്റം കണ്ട് ഞെട്ടിത്തിരിച്ച് സ്വന്തം മാതാപിതാക്കളെ കണ്ട് സന്തോഷം, സഹോദരങ്ങളെ കണ്ട് സന്തോഷം, അതുപോലെ ഒത്തിരി അല്ലേ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ, ഈ ഭൂമിയെ ഇനി ഒരിക്കൽ പോലും കാണാൻ പറ്റൂല എന്ന് നിരൂപിച്ചിരുന്ന കാലഘട്ടം അല്ലേ? നമ്മളങ്ങനെ ഈ ഭൂമിയിലേക്ക് ഒരിക്കലും ഇനി ഈ കേരളത്തിൻ്റെ മണ്ണിലേക്ക്, കോഴിക്കോടിൻ്റെ ആ മണ്ണിലേക്ക് ഇനി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന കോടമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇനി ഒരിക്കലും അള്ളാഹുവിനെ വിളിച്ചപേക്ഷിച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും എനിക്ക് ആ പ്രദേശമോ സ്വന്തം ഉമ്മയെയോ സഹോദരങ്ങളെയോ കാണാൻ പറ്റില്ല എന്ന് സ്വന്തം മനസ്സിൽ വിധിയിട്ടുണ്ട്. കാരണം കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയൊക്കെ അദ്ദേഹത്തിന് അറിയാം. ആ കാരാഗ്രഹവാസം അനുഭവിച്ച ആളുകൾക്കറിയാം അവിടെ ലഭിക്കുന്ന സ്വീകരണം അത്ര നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഒരു ശിക്ഷയിൽപ്പെട്ട ആളുകളെ ജയിലിൽ ലഭിക്കുന്ന വളരെ വലിയ ട്രീറ്റ്മെൻറ്റുകളൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മൾ പല കഥകളിലും പല അനുഭവങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അത്ര ക്രൂരമായിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ ഉള്ള ജയിലുകളിൽ, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ അനുഭവിച്ച് ഒരു സുപ്രഭാതത്തിൽ ഇദ്ദേഹത്തിന് ഒരു മോചനം ലഭിക്കുമ്പോൾ കിട്ടുന്ന ഒരു മാനസികാവസ്ഥ, അതിൻ്റെ അവസ്ഥയിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങാൻ ഒരു കൊല്ലമൊക്കെ എടുക്കും, ചിലപ്പോൾ മാസങ്ങൾ എടുക്കും. അപ്പം അതിനുള്ളിൽ ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനും ഇദ്ദേഹത്തിൻ്റെ ആ പോപ്പുലാരിറ്റി വിറ്റ് കാശാക്കാനും ചാനലുകൾ തമ്മിൽ മത്സരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏത് ചാനലെടുത്താൽ ഇദ്ദേഹത്തിൻ്റെ പുറകെ യൂട്യൂബർമാരായാലും വലിയ വലിയ ആളുകളായാലും വലിയ വലിയ ചാനലുകളായാലും ഇദ്ദേഹത്തിൻ്റെ പുറകെ മൈക്കും പിടിച്ച് ക്യാമറയും പിടിച്ച്, പൊന്നു റഹീം താങ്കൾ വന്ന് വിട്ടിരിക്കുന്നത് കുറേ കഴുകന്മാരുടെ കൂട്ടത്തിലാണ്, താങ്കളെ വിറ്റ് കാശാക്കാൻ അല്ലേ, താങ്കളെ വിറ്റ് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, ഇവൻ്റെയൊക്കെ അല്ലെങ്കിൽ വയറ് നിലയ്ക്കാനോ ഇവൻ്റെയൊക്കെ ആഡംബരങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ വളർച്ചയ്ക്ക് വേണ്ടി, ആരുടെയാണ്? ചാനലുകളുടെ വളർച്ചയ്ക്ക് വേണ്ടി താങ്കളെ കരുവാക്കാനാണ് താങ്കളുടെ വീടിൻ്റെ പടിക്കലും താങ്കളുടെ ഇൻ്റർവ്യൂവിനും വേണ്ടി വരുന്നത്. താങ്കളുടെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാമോ അല്ലേ? എല്ലിൻ കഷണം എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാമോ? സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഞാൻ കുറേ കമൻറ്റുകൾ താഴെ കാണിക്കാം. ആ കമൻറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാവും. റഹീം എന്ന് പറയുന്ന വ്യക്തി അബ്ദുൽ റഹീമിനെതിരെ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാമാണ് വൃത്തികേടുകളാണ് കമൻ്റായി വരുന്നത്. അബ്ദുൽ റഹീമിനെ കുറിച്ച് ഇതുവരെ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു തുടക്കത്തിൽ തന്നെ ആമുഖം എന്ന നിലയിൽ പറഞ്ഞു. 22ാമത്തെ വയസ്സിൽ സ്വപ്നങ്ങളുമായി സൗദി അറേബ്യയുടെ മണ്ണിലെത്തിയ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം 6 മാസം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉണ്ടായൊരു കയ്യബദ്ധം, ആ കയ്യബദ്ധം അദ്ദേഹത്തെ എത്തിച്ചത് കാരാഗ്രഹവാസമാണ്. അതുപോലെ അവരുടെ വീട്ടുകാർ അദ്ദേഹത്തിന് സമ്മാനിച്ചതും, അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടവും അവിടുത്തെ നിയമവ്യവസ്ഥയും അങ്ങനെയാണ്, അവർ സമ്മാനിച്ചത് മരണമാണ് അല്ലേ? ആ മരണം ഏറ്റുവാങ്ങി വേറെ മാർഗങ്ങളൊന്നുമില്ല, ഏറ്റുവാങ്ങുക എന്നല്ലാണ്ട് വേറെ മാർഗങ്ങൾ. അദ്ദേഹം ജയിൽ വാസം അനുഭവിക്കുന്നു. അങ്ങനെ മരണത്തിന് വിധിക്കപ്പെട്ട് തൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അന്നേരമാണ് കേരളത്തിലെ മലയാളികൾ ഇദ്ദേഹത്തെ അറിയുന്നതും ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ലോകമെമ്പാടുമുള്ള ആളുകൾ ഏറ്റെടുക്കുന്നതും. ബോബി ചെമ്മണ്ണൂരടക്കം നിരവധി ആളുകൾ ഇത് ഏറ്റെടുക്കുകയും അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ എന്തൊക്കെ ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് പറഞ്ഞാലും ഈ വിഷയത്തിൽ 100% കോടികൾ നൽകുകയും കോടികൾ പൈസകൾ സംഘടിപ്പിക്കാനും മറ്റുള്ളവരെ കൊണ്ട് പണം ഇറക്കിപ്പിച്ച് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തുവാനും കാണിച്ച ഒരു ബിഗ് സല്യൂട്ട് ബോബി ചെമ്മണ്ണൂരിനും. അതുപോലെ കടന്നുപോയിട്ടുള്ള ഒരുപാട് ഗവൺമെൻറ്റുകൾ കഴിഞ്ഞ 20 വർഷം ഇന്ത്യ മഹാരാജ്യത്തെ ഭരിച്ച ഭരണകൂടങ്ങൾ, കേരളത്തിലെ കടന്നുപോയിട്ടുള്ള 20 എന്ന് പറയുമ്പോൾ 20 തവണ അല്ലെങ്കിൽ 4 തവണ കടന്നുപോയ ആരൊക്കെയാണ്? കോൺഗ്രസിൻ്റെ കടന്നുപോയിട്ടുണ്ട്, CPM-ൻ്റെ കടന്നുപോയിട്ടുള്ള മന്ത്രിസഭകൾക്കും നന്ദി അറിയിക്കണം. കാരണം ഇദ്ദേഹത്തെ പുറത്തിറക്കാൻ ഓരോ ഗവൺമെൻറ്റും ഇറങ്ങി പുറപ്പെടുകയും വളരെയധികം എംബസികളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പ്രദമായിട്ടാണ് ഇദ്ദേഹത്തിന് ദയാവധം എന്ന് പറഞ്ഞത് മാറ്റി ബ്ലഡ് മണിയായ 34 കോടി, ഈ 34 കോടി അവിടെ കെട്ടിവെച്ച് 15 മില്യൺ ദിർഹം സൗദി റിയാൽ അവിടെ കെട്ടിവെച്ച് ഇദ്ദേഹത്തെ ആ കോടതി വെറുതെ വിടുകയാണ്. ഇദ്ദേഹത്തെ കോടതി വെറുതെ വിടുന്നതിന് മുമ്പ് ഈ പൈസ കൈപ്പറ്റിക്കൊണ്ട് ഇദ്ദേഹത്തിന് ഒപ്പിട്ട് കിട്ടണം. അങ്ങനെ ആ കുടുംബം ഒപ്പിട്ട് കൊടുക്കുകയാണ്. 34 കോടി തൻ്റെ മരിച്ചുപോയ
മകന് അവർ വിലയിട്ട് ആ വില ആ ബ്ലഡ് മണിയായിട്ട് 34 കോടി കൈപ്പറ്റിയ ശേഷം ഇദ്ദേഹത്തിനും ദയാഹർജി നൽകി കോടതി ഇദ്ദേഹത്തെ മോചിപ്പിച്ചു. ഇതിനിടയ്ക്ക് ഒരുപാട് വിവാദങ്ങളൊക്കെ മാറ്റി നിൽക്കാൻ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. കോഴിക്കോടുകാരനായ കോടമ്പുഴ സ്വദേശിയായ അബ്ദുൽ റഹീം, ഈ അബ്ദുൽ റഹീമിനെ പോലെ ആയിരക്കണക്കിന് ആളുകൾ ഇതുപോലത്തെ ജയിലുകളിൽ കഴിയുന്നുണ്ട്. ഇനി അവരെയും രക്ഷിക്കുവാൻ നമ്മുടെ സമൂഹം, മലയാളി എന്ന സമൂഹം ആർജവത്തോടെ ഉയർത്തെഴുന്നേൽക്കട്ടെ. ഒരുപാട് പേരുടെ അധ്വാനവും ഒരുപാട് പേരുടെ കഷ്ടപ്പാടും അധ്വാനം കൊണ്ടാണ് ഇദ്ദേഹം പുറത്തിറങ്ങിയത്. അതുപോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ അല്ലെങ്കിൽ മറ്റു പ്രവർത്തകരൊക്കെ ഇദ്ദേഹത്തെ സംരക്ഷിക്കട്ടെ. കാരണം ഇദ്ദേഹം നേരിടുന്ന സോഷ്യൽ മീഡിയയിൽ നേരിടുന്ന വലിച്ചു കീറൽ അത് ആരും ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് വളരെ സത്യം. കാരണം ഇദ്ദേഹം ഒരുപാട് ഇൻ്റർവ്യൂവിന് കൊടുക്കുന്നു. ഇദ്ദേഹത്തിന് ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ല. കാരണം 20 വർഷം ഈ ലോകമായി ഒരു ബന്ധമില്ലാത്ത ആൾ പെട്ടെന്ന് ഈ നാട്ടിൽ വന്ന് ഇദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഒരു പട്ട ആളുകൾ ഇറങ്ങി ചെല്ലുകയാണ്. മാധ്യമങ്ങൾ, യൂട്യൂബർമാർ, അനേകം ചാനലുകൾ. ഇവർക്ക് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ 20 കൊല്ലത്തെ കാലഘട്ടത്തിൽ അനുഭവിച്ച അനുഭവങ്ങൾ വിറ്റ് കാശാക്കാൻ വരുന്നവർ. കുറച്ച് നാളേക്കെങ്കിലും നിങ്ങൾ ഇദ്ദേഹത്തിൽ നിന്നും മാറി നിൽക്കുക. ഒരു വർഷം 2 വർഷക്കാലം ഇവരെ നടിപ്പിക്കാതിരിക്കുക. ചിലപ്പോൾ നിങ്ങളെ തിരിഞ്ഞു കൊത്തിയേക്കാം. അതുകൊണ്ടാണ് പറയുന്നത്, തിരിഞ്ഞു കൊത്താൻ ഏറ്റവും എളുപ്പമുള്ളവരാണ് ഈ മാധ്യമങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ ഈ ഭൂമിയുടെ ഉന്നതിയിലേക്ക്, ഉയരങ്ങളിലേക്ക് പൊക്കും. ആകാശത്തോളം പൊക്കിയിട്ട് താഴെ ഇടുന്നവരാണ് മലയാളി. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. മറ്റൊരു വിഷയമായി കണ്ടുപിട്ടാം. ഓക്കെ, ബൈ.